place that I've dreamed of, where I can free my mind. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡൽഹിയിൽ നിന്ന് നേരെ ഡെറാഡൂണിലേക്ക് ഒരു ട്രിപ്പ് പോവാണ്. ഒത്തിരി നാളായി നമ്മളൊരു ട്രിപ്പ് പോയിട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ബ്രോയും ഫ്രണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ട്രിപ്പ് ഡെറാഡൂണിൽ പോയിട്ട് വരാം. പോയിട്ട് വന്നിട്ട് എന്താണെന്നുള്ളത്. ഓക്കെ. സോ ഇപ്പോൾ ടൈം ഏകദേശം ഒരു 10 മണിയായി. നമുക്ക് ഇവിടെ നിന്ന് ഡെറാഡൂണിലേക്ക് ഒരു 3.5 മണിക്കൂർ, ഡൽഹി ടു ഡെറാഡൂൺ ഒരു 3-3.5 മണിക്കൂറത്തെ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഒത്തിരി ദൂരം പോകാനുണ്ട്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ ബൈസ്. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ തന്നെ നമ്മുടെ അതേപോലെ മോഡിഫൈ ചെയ്ത മറ്റൊരു സ്വിഫ്റ്റ് കാർ കണ്ടു. നല്ല ഗോൾഡൻ അലോയ് വീൽസും മോൺസ്റ്റർ സ്പോയിലറും ഒക്കെ ഫിറ്റ് ചെയ്ത ഉത്തരാഖണ്ഡ് രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു അത്. കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് ഉത്തരാഖണ്ഡിലെ മസൂരിയിലേക്ക് ഞാനൊരു ബൈക്ക് റൈഡ് പോയത്. അതിന്റെ ഫുൾ വീഡിയോ ഓൾറെഡി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്നും ഡെറാഡൂണിലേക്ക് ഇനി വെറും 152 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് തന്നെ ഇവിടെ ഒരാൾ കാറിന്റെ പുറകിലിരുന്ന് നല്ല സുഖമായി ഉറങ്ങുമായിരുന്നു. സോ മഴ നല്ല രീതിക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയപ്പോൾ അവിടെ നല്ല ഡൽഹിയിൽ നല്ല വെയിലായിരുന്നു. കുറച്ച് UP സൈഡിൽ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും മഴ നല്ല രീതിക്ക് സ്റ്റാർട്ടായി. ആകാശമൊക്കെ ഇരുണ്ട്, നല്ലൊരു അറ്റ്മോസ്ഫിയർ. ഡ്രൈവിങ്ങിനായാലും നമുക്ക് പുറത്തേക്ക് പോകാനായാലും യാത്രകൾക്ക് ഏറ്റവും എപ്പോഴും ബെസ്റ്റ് ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത്, മഴ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ലത് മഴ തന്നെയാണ്. അതൊരു ഡ്രൈവിനും പാട്ട് കേട്ട് പോകാനൊക്കെ വലിയ ഒരു നല്ലൊരു ഫീലുള്ളൊരു വൈബാണ്. ഇവിടെ നിന്ന് ഇനി വെറും 92 കിലോമീറ്റർ മാത്രം. സോ പ്രതീക്ഷിക്കാതെ വന്നൊരു മഴയാണ്. നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. ഡൽഹിയിൽ നല്ല വെയിലായിട്ട് UP സൈഡിലേക്ക് വന്നപ്പോൾ മഴ, നല്ല ഹെവി റെയിൻഫോൾ. ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴ ഇടയ്ക്ക് പെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഒടുവിൽ മഴയും പെയ്തു തോർന്നു. യാത്രയുടെ ഏകദേശം പകുതി ദൂരം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇനിയൊരു അല്പനേരം വിശ്രമിച്ചിട്ട് ബാക്കിയുള്ള യാത്ര തുടരാമെന്ന് കരുതി. ടോൾ ക്രോസ് ചെയ്ത ഉടനെ തന്നെ വണ്ടി ഹൈവേയുടെ സൈഡിലേക്കാക്കി. നമ്മൾ UP എത്തിയിട്ടുണ്ട്. UP നമ്മൾ ജസ്റ്റ് ഒരുപാട് നേരത്തെ ഡ്രൈവ് ആയതുകൊണ്ട് ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് ഇരിക്കുകയാണ്. നമ്മളൊരു ടോൾ പ്ലാസ ക്രോസ് ചെയ്തിട്ട് ജ്യൂസ് കുടിക്കാനുള്ള പരിപാടി. കരിമ്പിൻ ജ്യൂസ്. അടിപൊളി കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുകയാണ്. भाई का प्यार हमें गन्ना दे दिया, रस में खाते चलेंगे. यही प्यार है बस. താങ്ക് യു. അപ്പോൾ ജ്യൂസ് കൂടിയൊക്കെ കഴിഞ്ഞു. അടുത്തത് നമ്മൾ ഇനിയൊരു 46 കിലോമീറ്റർ കൂടെ ഉണ്ട് യാത്രയ്ക്ക്. അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിക്കാം. തിരിച്ചു നമുക്ക് നല്ല ജ്യൂസ് തന്ന ബായിക്കൊരു താങ്ക് യു ബൈ. പെട്രോൾ ഫില്ല് ചെയ്യാനായിരുന്നു അടുത്ത പ്രധാനപ്പെട്ട ഒരു ടാസ്ക്. പ്രതീക്ഷിക്കാത്തൊരു യാത്ര ആയതുകൊണ്ട് തന്നെ നേരത്തെ പെട്രോൾ ഒന്നും അടിച്ചിട്ടിരുന്നില്ല. ആവശ്യത്തിന് പെട്രോളൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അടുത്ത നമ്മുടെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് തന്നെയാണ്. യാത്ര പോയിക്കൊണ്ടിരിക്കവേ അടുത്ത കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് 2 സുഹൃത്തുക്കൾ സൺറൂഫ് വഴി മുകളിൽ കയറി നിന്നിട്ട് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്ന ഒരു വ്യൂ ആയിരുന്നു. സൂപ്പർ റോഡാണ്, നല്ല റോഡ്, പുതിയതായിട്ട് വന്ന ഹൈവേ. കൂടാതെ നമ്മുടെ ഫ്രണ്ടിലുള്ള വ്യൂ നിങ്ങൾക്ക് നല്ലോണം കാണാം. നല്ല മൗണ്ടൻ ഏരിയ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. മഴയും എല്ലാം കൊണ്ടും നല്ലൊരു വൈബ്, നല്ലൊരു ക്ലൈമറ്റ്. യാത്ര വളരെ മനോഹരമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മളിനി ഒരു 10-23 മിനിറ്റിൽ നമ്മളുടെ ലൊക്കേഷനിലെ ഡെസ്റ്റിനേഷൻ എത്തുന്നതാണ്. ഇതാണ് നമ്മുടെ ഉത്തരാഖണ്ഡിൻ്റെ എൻട്രൻസ് ടണൽ. നോക്ക്, ഇപ്പം നമ്മൾ ടണലിനുള്ളിലേക്ക് കയറി.
Continue on National Highway 307 for 5 kilometers. നല്ലൊരു ആംബിയൻസ് ആണ് ശരിക്കും. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വെട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്കുള്ള ആ ഒരു വ്യൂ ഞാൻ മസൂരി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം വേറൊരു ലോകത്തേക്ക് നമ്മൾ അന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മൾ ഇവിടെ നിന്ന് വേറൊരു ലോകത്തേക്ക് എത്തുന്ന ആ ഒരു ഫീലാണ്. കാടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഡെറാഡൂണിൽ നമ്മൾ ഏകദേശം ഇവിടെ ഒരു ബുദ്ധ ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിലാണ് എത്തിയിരിക്കുന്നത്. ഏകദേശം പാർക്കിംഗ് ഏരിയയെല്ലാം ക്രോസ് ചെയ്തു. കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുണ്ട്. ഡെസ്റ്റിനേഷൻ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. എത്തിയ സ്ഥിതിക്ക് ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് അതിലൊന്ന് കറങ്ങി കണ്ടിട്ട് വരാമെന്ന് വെച്ചു. പുറത്തെ വ്യൂ നിങ്ങൾക്ക് നല്ലവണ്ണം കാണാം. അപ്പോൾ നമ്മൾ ഫൈനലി രാവിലെ തുടങ്ങിയ ഡ്രൈവാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡെറാഡൂൺ, ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലെ നമ്മുടെ ബുദ്ധ ടെമ്പിൾ. അപ്പോൾ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ബാക്കി അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അതിൽ നമ്മൾ ഡെസ്റ്റിനേഷൻ ബുദ്ധ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. വണ്ടി പാർക്കിങ്ങിലേക്ക് ഇടുകയാണ്. ജസ്റ്റ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോയി ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് നോക്കാം. സോ ഫ്രണ്ട്സ്, ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ നമ്മൾ വന്നിരിക്കുന്ന ബുദ്ധ ടെമ്പിളാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. ഇവിടെ എത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ എന്താണെന്നുള്ളതും അവിടുത്തെ കാഴ്ചകൾ എന്താണെന്നുള്ളതും എല്ലാം ഞാൻ നിങ്ങൾക്ക് ഉള്ളിൽ പോയിട്ട് കാണിച്ചു തരാം. ഡൽഹി പോലെ വളരെ തിരക്കേറിയ ഒരു സിറ്റിയിൽ നിന്നും കാറുമെടുത്ത് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ നമുക്ക് കിട്ടിയത് വളരെ ശാന്തവും സമാധാനപരവുമായ ഒരു അന്തരീക്ഷമാണ്. അതിനോടൊപ്പം തന്നെ നല്ല മഴയുള്ള കാലാവസ്ഥ കൂടിയായപ്പോൾ കാണുന്ന കാഴ്ചകൾക്ക് ഭംഗി ഇരട്ടിയായി. സോ ഗൈസ്, ഫൈനലി എൻട്രി ചെയ്യപ്പോഴാണ്. ഇതാണ് നമ്മുടെ ബുദ്ധ ടെമ്പിൾ. ഗേറ്റിനുള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ കാണാൻ കഴിഞ്ഞത് വളരെയധികം വലിപ്പമുള്ള ബുദ്ധന്റെ ഒരു പ്രതിമയാണ്. കൂടാതെ തന്നെ ചുറ്റിനും പൂക്കളും ഇലകളുമൊക്കെയായി വളരെയധികം പച്ചപ്പ് കാണാൻ കഴിഞ്ഞു. ഇതിനുള്ളിൽ കടന്നാൽ വളരെ ശാന്തമായി നടക്കുന്ന സന്ദർശകരെയും പ്രാർത്ഥനാ ചക്രങ്ങളുമൊക്കെ കാണാൻ കഴിയും. ഒട്ടും ഒച്ചയോ ബഹളമോ ഉണ്ടാക്കാതെ തന്നെ ഇടതു നിന്നും വലതേക്കാണ് ഈ പ്രാർത്ഥനാ ചക്രങ്ങൾ കറക്കേണ്ടത്. ബുദ്ധമതത്തിന്റെ പാരമ്പര്യത്തിൽ വളരെയധികം പ്രാധാന്യമാണ് ഈ പ്രാർത്ഥനാ ചക്രങ്ങൾക്കുള്ളത്. വരിവരിയായി സ്ഥാപിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ ചക്രങ്ങൾ തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ശബ്ദം പോലും ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷത്തിൽ വളരെ മനോഹരമായി തോന്നും. മതപരമായ വിശ്വാസങ്ങൾ പലർക്കും വ്യത്യസ്തമാകാം. പക്ഷേ ഇത്തരം സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ലഭിക്കുന്ന സമാധാനത്തിനും പോസിറ്റീവ് എനർജിക്കുമൊക്കെ വളരെയധികം പ്രത്യേകതയുണ്ട്. കാഴ്ചകൾ ഒരിക്കലും ഇവിടെ പൂർണ്ണമാകുന്നില്ല. വീഡിയോയുടെ അവസാനം വരെ കാണുക. വളരെയധികം മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബുദ്ധന്റെ പ്രതിമയ്ക്ക് പുറകിലുള്ള വളരെ മനോഹരമായ ഒരു ഉദ്യാനമാണ്. ഇനി നമുക്ക് മുൻവശത്തു കൂടി പ്രതിമയുടെ അടുത്തേക്ക് പ്രവേശിക്കാം. ക്ഷേത്രത്തിന്റെ നിർമ്മാണ രീതി നോക്കിയാൽ തന്നെ തിബറ്റൻ ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചറിന്റെ മനോഹാരിത കാണാൻ കഴിയും. നമ്മൾ മലയാളികൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, മിക്ക ക്ഷേത്രങ്ങളിലും കെടാവിളക്ക് കത്തിച്ചു വരുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇവിടെയും അതുപോലെ ഒരു സ്ഥലം ഞാൻ കണ്ടു. വലിപ്പമേറിയ വിളക്കുകളിൽ നിറയെ നെയ്യൊഴിച്ച് അതിൽ വിളക്ക് കൊളുത്തിയാണ് ഇവർ കാത്തു സൂക്ഷിക്കുന്നത്. കാറ്റ് വീശുമ്പോൾ വിളക്കുകൾ അണഞ്ഞു പോകാതിരിക്കുവാനായി 4 ചുറ്റിനും കണ്ണാടി കൊണ്ടുള്ള ഒരു ചില്ലുകൂട് ഒരുക്കിയാണ് അവർ ഇതിനെ സംരക്ഷിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബുദ്ധന്റെ പ്രതിമയുടെ അടുത്തേക്ക് പോകാം. ദൂരെ നിന്ന് കാണുന്നത് പോലെയല്ല, ശരിക്കും അടുത്തെത്തിയപ്പോൾ ആ പ്രതിമയ്ക്ക് എന്തുമാത്രം വലിപ്പമുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ബുദ്ധ ടെമ്പിളിൽ ചേർന്ന് തന്നെ നമുക്ക് അടുത്ത് തന്നെ ഒരു കഫേ ഉണ്ട്. ഒന്നല്ല, ഒത്തിരി കഫേ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡിൻ്റെ മെനുവും അവിടുത്തെ എന്തൊക്കെയാണുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
നമ്മൾ ഓർഡർ ചെയ്തതിന് ലാഫിംഗ് എക്സ്പ്രസിൻ്റെ 3 വെറൈറ്റിയാണ്. പ്ലെയിൻ ലാഫിംഗ്, ക്രിസ്പി നൂഡിൽ ലാഫിംഗ്, കഫേ സ്പെഷ്യൽ ലാഫിംഗ്. ഇത് 3 ഓരോ പ്ലേറ്റ് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓർഡർ ചെയ്ത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഫുഡ് നമുക്ക് ടേബിളിൽ കൊണ്ടുതന്നു. കാണാൻ ഒരുപോലെയാണെങ്കിലും 3ൻ്റെയും ടേസ്റ്റ് വളരെ വ്യത്യസ്തമായിരുന്നു. ആദ്യമായിട്ടാണ് ഈ ഒരു ഡിഷ് ഞാൻ കഴിക്കുന്നത്. ഇതിന്റെ ടേസ്റ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആഹാരം കഴിച്ച ശേഷം പ്രധാന ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു മനോഹരമായ കാഴ്ചയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇവിടുത്തെ ഓരോ ചെടിക്കും ഓരോ മരത്തിനും ഓരോ പൂക്കൾക്കും വളരെയധികം ഭംഗിയാണുള്ളത്. നമ്മൾ ഒരു ടെമ്പിൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ സെക്കൻഡ് ടെമ്പിളാണ് ഇവിടുത്തെ തന്നെ. അടുത്ത വിസിറ്റ് അങ്ങോട്ടാണ്. അവിടെ പോയിട്ട് ബാക്കിയുള്ള വിവരങ്ങൾ കാണും. നിങ്ങൾ ഈ ഒരു ചെടി കാണുന്നുണ്ടോ? ഈ ഒരു ചെടിയിൽ ഒരു ചെടിയിൽ തന്നെ 2 കളർ ഫ്ലവേഴ്സാണ് പിടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ, എൻ്റെ ബ്രദർ വന്നപ്പോൾ ദ സെയിം ഈ കാണുന്ന അതേ ചെടി തന്നെയാണ് അതിലൊക്കെ ഇരുന്നത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ട പൂക്കളാണ്. സ്ക്രീനിൽ കണ്ടോ? ഈ സെയിം ചെടിയാണ് നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ആ പ്രധാന ക്ഷേത്രം. ശരിക്കും വീഡിയോയിൽ കാണുന്നതിനേക്കാൾ വളരെ ഭംഗിയാണ് അവിടെ പോയിട്ട് നേരിട്ട് കാണുവാൻ. ഈ സ്ഥലത്തിന്റെ 360 വ്യൂ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്കായി കാണിച്ചു തരാം. ഇവിടുത്തെ സന്ദർശകരിൽ പലരും തങ്ങളുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നതിൽ തിരക്കിലായിരുന്നു. ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ആ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെട്ടിരുന്നു. എന്നിരുന്നാലും കഴിവതും ക്യാമറയൊക്കെ മാറ്റിവെച്ച് ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷം ഒന്ന് ആസ്വദിക്കുവാൻ ശ്രമിക്കുക. ഇനി ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകാം. ക്ഷേത്രത്തിനുള്ളിൽ കടക്കുന്നതിന് മുൻപ് പടിയിൽ നിന്നും പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഒടുവിൽ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു. ധ്യാനത്തിലിരിക്കുന്ന ഈ ഒരു ബുദ്ധന്റെ പ്രതിമയ്ക്ക് മുന്നിലെത്തുമ്പോൾ തന്നെ വളരെയധികം സമാധാനം നമുക്ക് അനുഭവപ്പെടുന്നതാണ്. ബുദ്ധന്റെ സന്ദേശങ്ങളിൽ സമാധാനം, കരുണ, ക്ഷമ, ആത്മനിയന്ത്രണം ഇതിനെല്ലാം വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ ഈ മൂല്യങ്ങൾക്ക് വളരെയധികം പ്രസക്തിയുള്ളതായി തോന്നുന്നു. കുറച്ചു സമയം ഇവിടെ ശാന്തമായിരുന്നു ഈ ഒരു അന്തരീക്ഷം ആസ്വദിക്കുന്നത് തന്നെ ഈ ഒരു യാത്രയുടെ ഏറ്റവും നല്ല അനുഭവങ്ങളിലൊന്നായിരുന്നു. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ നോക്ക്. നമ്മളിപ്പോൾ അമ്പലത്തിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ നിരനിരയായി അടുക്കി വച്ചിരിക്കുന്ന ബുദ്ധന്റെ ഒരുപാട് പ്രതിമകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ക്ഷേത്രത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥലത്തു നിന്നും പുറത്തേക്കുള്ള കാഴ്ചയാണ്. സോ ഫ്രണ്ട്സ്, നമ്മുടെ ട്രിപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ തിരിച്ചിനിപ്പോൾ ഡൽഹിയിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് സെയിം ടൈമിംഗ് തന്നെയാണ് തിരിച്ചു പോകുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.